പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തെ രാവിലെയും സന്ധ്യയിലുമായിട്ടായിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. പല രാജ്യങ്ങളിലും ദേശങ്ങളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരാകുന്ന നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസി പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമുക്ക് ചിക്കാഗോ പ്രയർ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഒരുമിച്ചായിരിപ്പം കർത്താവ് ഇടയാക്കുന്നു. കണ്ടിട്ടില്ലാത്ത പലരും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം നമ്മെ കഴിഞ്ഞ ദിവസം പ്രിയ സോമിനിയുമായിട്ട് സംസാരിച്ചപ്പോൾ പറയാനിടയായി. ആ ഒരു ദൈവസ്നേഹമൊക്കെയും നമുക്ക് അനുഭവിക്കാനായിട്ട് കർത്താവ് സഹായിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ആ ഒരു ബന്ധങ്ങൾ പലരും തമ്മിൽ അനീഷ് പാസ്റ്ററെ ദൈവം സഹായിച്ചെന്ന് കാണാനിടയായി. അതൊഴികെ മറ്റാരെയും തമ്മിൽ കാണാനായിട്ട് ഇടയായിട്ടില്ല. എങ്കിലും ആ ഒരു ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ പറയുന്നു, എല്ലാവരും നാട്ടിൽ വരുമ്പം ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് പോകാവൂന്ന്. അത് അമേരിക്കക്കാരായാലും അതുപോലെ ഈ മറ്റേ വേറെ ഏതൊരു സ്റ്റേറ്റുകളിലായാലും ഒരു വൺസ് ലാലി സിസ്റ്റർ ഇവിടെ അടുത്ത് വരെ വന്നു. അപ്പൊ നിർഭാഗ്യവശാൽ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഈ ഏരിയയിൽ വന്നായിരുന്നു, കാണാൻ പറ്റിയില്ല. എങ്കിലും നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ സന്ധ്യയിലുമായിട്ട് ഒരുമിച്ച് കർത്താവിന് സന്നിധി കൂടി വരുവാൻ ഇടയാക്കിയല്ലോ. പ്രിയ ജോസഫ് പാസ്റ്റർ ദൈവം സഹായിക്കട്ടെ. അനീഷ് പാസ്റ്റർക്കായിട്ട് കർത്താവിന് ദാസറജിക്കോശി അവർകൾക്കായിട്ട് കടന്നു വന്ന കർത്താവിന്റെ ദാസന്മാർ എല്ലാവരെയും കർത്താവിന് നാമത്തിൽ വന്ദനം പറയുന്നു. ഷൈനി ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആദ്യം തന്നെ ഒരു പ്രയർ റിക്വസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയില് എല്ലാ വർഷങ്ങളും നടത്തി വരുന്നത് പോലെ പ്രിയ ഷൈനിയുടെ ഹസ്ബൻഡാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കൺവെൻഷൻ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തായിട്ട് എല്ലാ വർഷവും അതങ്ങനെ ചെയ്യാറുണ്ട്. വലിയ ഒരു ആൾക്കൂട്ടം വരുന്ന ഒരു കൺവെൻഷനാണ്. പ്രിയ ഷൈനിയുടെ ഹസ്ബൻഡ് സുനിലാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അടുത്ത മാസം ഡിസംബർ ആദ്യത്തെ ആഴ്ചയിൽ ആ ശുശ്രൂഷ അവിടെ നടക്കുന്നു. അവിടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കൺവെൻഷൻ നടക്കുവാൻ ദൈവം സഹായിക്കണം. ഇവിടെ കേരളത്തിലെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് മഴയില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. ഇന്നിപ്പം മഴയില്ല, നമ്മൾ ആശ്വസിച്ചാൽ നാളെ ഉറപ്പായിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കിനും മഴയായിരിക്കും. പിന്നെ അതൊരു 2-3 ഡേയ്സ് അങ്ങ് നീളും. പിന്നെ അങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യ കാലാവസ്ഥകൾ. കർത്താവ് അനുകൂലമാക്കി തരണം. ഓക്കെ. ഞാൻ ഇന്നും ഞാനൊരു പ്രത്യാശയെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായി. വീണ്ടും അതിന്റെ ഒരു ഭാഗം കൂടെ പറയുവാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. കഴിഞ്ഞൊരു ദിവസങ്ങളായി ഞങ്ങളെയും കുടുംബമായിട്ട് കർത്താവ് വഴി നടത്തി വിവിധമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവത്തിന്റെ സഹായം ഉണ്ടായിരുന്നു. എൻ്റെ മകള് പനിയാല് ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ പോകാൻ കഴിയുമോന്ന് അറിയത്തില്ല. എങ്കിലും ദൈവം അവളെയും ബലപ്പെടുത്തേണ്ടതിനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ നാം വായിച്ചുകൊണ്ടിരുന്നു. ആ വാക്യം വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പൊ ഒരു ദൈവത്തിന്റെ പൈതല് എങ്ങനെയാണ് അവന്റെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതെന്ന് ചില ആഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഭാഗത്തേക്ക് ഇനി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. നമ്മൾ പല പ്രത്യാശയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേൾക്കാനിടയായി. ഏറെ നല്ല പ്രത്യാശ. ആ ഏറെ നല്ല പ്രത്യാശയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചെയ്തു കൊടുക്കുന്ന, അല്ലെ കർത്താവ് ആ വ്യക്തിയുമായുള്ള കർത്താവിന്റെ ആ ഒരു ബന്ധം നമ്മൾ പറഞ്ഞു സദാകാലവും. അതുകൊണ്ട് എബ്രായ ലേഖനത്തിലെ വാക്യം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഏറെ നല്ല പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുക്കുന്നവർക്ക് വേണ്ടി അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പം ആ ഏറെ നല്ല പ്രത്യാശ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പക്ഷവാദം ചെയ്യുവാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നു.
അപ്പൊ നമ്മളെ ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചത്തെ മീറ്റിങ്ങിലൊക്കെ കർത്താവിന്റെ ദാസർ പറഞ്ഞത്, നമ്മൾ എങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന ആ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ദാസൻ നമ്മളോട് പറയാനിടയായല്ലോ. നീതീകരിക്കപ്പെട്ട നമ്മെ, വിശുദ്ധീകരിക്കപ്പെട്ട നമ്മെ ആ അടുത്ത പുത്രത്വത്തിലേക്ക് കൊണ്ടുപോവുക. ഒരു ദൈവത്തിന്റെ പൈതൽ ആശ വെച്ചിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ വരുവാനുള്ള പൂർണ്ണ പ്രത്യാശ. സ്തോത്രം. ആ വചനത്താൽ നീതീകരിക്കപ്പെട്ട നമ്മെ, അതിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം പുത്രത്വമാണ് നമുക്ക് ദൈവം നൽകി തരാനുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിതാവായ ദൈവം പുത്രനായ കർത്താവിന് കൊടുത്ത എല്ലാ അവകാശങ്ങളും എല്ലാ അനുഭവങ്ങളും, പ്രത്യേകാല ഏതെനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ മുഴുവൻ റിലേഷൻഷിപ്പും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സവിസ്തരമായി അത് കേട്ടു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ വസ്ത്രം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തോടുള്ള സഹിത്വം, ആ സഹവാസം എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. പക്ഷെ നമുക്ക് എത്രത്തോളം ഞാൻ വിചാരിക്കുമായിരുന്നു, വാസ്തവത്തില് ഓരോ ദിവസവും ഈ ഒരു ചിന്ത എന്നെ സമീപിക്കുന്ന പ്രിയപ്പെട്ടവരോട് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാറില്ല. എപ്പോഴും ഈ വചനങ്ങൾ ഞാൻ അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് അല്പാൽപമായിട്ട് പറഞ്ഞ് അവരുടെ കണ്ണുകൾ വികസിക്കുന്നത് ഞാൻ കണ്ടു. കാരണം ഈ ലോകത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നത്, കൊരിന്ത് ലേഖനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രത്യേക ഭാഗം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൊരിന്ത് ലേഖനം 15 അധ്യായത്തിന്റെ 19 വാക്യത്തിലുണ്ട്, ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും നമ്മൾ അരിഷ്ടന്മാരത്രേ. അപ്പൊ നമുക്കിവിടെ ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മളിവിടെ എന്തൊക്കെയോ നമുക്ക് വേണം, എല്ലാം വേണം, പണം വേണം, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ സെറ്റപ്പ് എല്ലാം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതൊക്കെ ഒരു പക്ഷെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും, കിട്ടണം, അഥവാ നമുക്ക് കിട്ടാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ ആര് തന്നാലും എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് കിട്ടത്തില്ല. ആ കിട്ടിയില്ലെങ്കിൽ പോലും പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടോ എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും അരിഷ്ട മനുഷ്യന്മാരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കൊന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും എൻ്റെ സഹോദരങ്ങളോടൊക്കെ പറയാറുണ്ട്, നിരന്തരമായി പറയാറുണ്ട്, നമ്മുടെ ആശ എവിടെയാ, നമ്മുടെ പ്രത്യാശ എവിടെയാ, നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയാ? ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ള ആ ഒരു വ്യഗ്രതയ്ക്ക് വേണ്ടി നാം പലതും ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. പക്ഷെ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് ആ വായി സംസാരിക്കുന്നതെന്ന് പറയുന്ന പോലെ, നമ്മൾ ഒരു വിഷയം ഫോക്കസ് ചെയ്താൽ, എന്നെ കേൾക്കുന്ന ഭർത്താവിന്റെ ദാസന്മാരെ, നിശ്ചയമായിട്ടും നമ്മുടെ അതിരത്തിൽ കൂടെ എല്ലായ്പ്പോഴും ഈ കാര്യങ്ങൾ എന്നെ ഓർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ തരും. ദൈവത്തിന് നമ്മളോട് സ്നേഹമാ, അത് നമുക്ക് ദൈവ കർത്താവിന് നമ്മളോടുള്ള വലിയൊരു ഇഷ്ടമാണ്. അത് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വായിൽ നിന്നും വന്നുകൊണ്ടേ ഇരിപ്പാനായിട്ട്. എൻ്റെ വല്യമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഞങ്ങളെ വിശ്വാസത്തിന്റെ ആ ഒരു വഴി പഠിപ്പിച്ചു തന്നത് എൻ്റെ അമ്മച്ചിയായിരുന്നു. അപ്പം എപ്പോഴും പറയുമ്പം 2-3 പദങ്ങൾ ആവർത്തിച്ച് പറയുമായിരുന്നു, എൻ്റെ പ്രിയനായ കർത്താവ്. സ്തോത്രം. എൻ്റെ പ്രാണപ്രിയനായ കർത്താവ്. അപ്പൊ ഇങ്ങനെ താൻ കൂടെ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ഒരു പദം ഞാൻ ആരിലും കേട്ടിട്ടില്ല, അവന് ഇഷ്ടപുത്രനിലൂടെ യാചിക്കുന്നു, കേൾക്കണമേ പിതാവേ. ഇങ്ങനെയായിരുന്നു പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അവസാനിപ്പിക്കുന്നത് പോലെ ഞാൻ പലപ്പോഴും ഞാൻ അമ്മയെന്നായിരുന്നു വിളിക്കുന്നത്. അപ്പൊ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ എന്നല്ല, ഇഷ്ടപുത്രനിലൂടെ ഞാൻ അപേക്ഷിക്കുന്നു, കേൾക്കണേ പിതാവേ. അപ്പൊ ആ ഒരു പദപ്രയോഗം ഞാൻ അധികം കേട്ടിട്ടേ ഇല്ല. ഞാനത് ശ്രമിച്ചിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അത്രമാത്രം ആ റിലേഷൻഷിപ്പ് ആയിരുന്നു, അത്രമാത്രം റെഡി ആകാനുള്ള. എൻ്റെ അമ്മച്ചി ഒരിക്കലും മരുന്ന് ചെയ്യത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയതാ. അപ്പം എൻ്റെ പപ്പ ഭൂമിയിൽ ജനിച്ച് 6-7 മാസം ഉള്ളപ്പോ എൻ്റെ പപ്പയുടെ ഫാദർ മരിച്ചു പോയതാ. അപ്പൊ എൻ്റെ അമ്മച്ചിക്ക് അന്ന് 21 വയസ്സോ 20 വയസ്സോ കാണ്ടേ ഉള്ളൂ. അന്ന് അനാഥനായ എൻ്റെ പപ്പ വളരാനിടയായത്. അപ്പൊ ആ സമയങ്ങളില്, അപ്പം ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, കോടുകുളഞ്ഞിയിലാണ് വീട്. കോടുകുളഞ്ഞി കുഞ്ഞുഞ്ഞുവാസം എന്ന് പറഞ്ഞ പേരുകേട്ട നമ്മുടെ ഭാര്യാപുരം ജോനാച്ചനപ്പച്ചനെ പോലെയൊക്കെ പേരുകേട്ട ഒരു പ്രവാചകനായിരുന്നു. കാരണം ഇവിടെ ഇപ്പൊ ഒരു ഭൂതം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭൂതം പറയും, കഥ അടച്ചു.
അല്ലെങ്കിൽ ലോക്ക് ചെയ്തു, വരുന്നുണ്ട്, നടന്നാണോ വണ്ടിക്ക് എങ്ങനെ അല്ലത് പറയുമായിരുന്നു. എനിക്കിനി ഇരിക്കാൻ വയ്യായെ, എന്നെ പൊള്ളുന്നേന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങും. അതെല്ലാം ഇങ്ങനെ അമ്മച്ചി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ കാഴ്ച രണ്ട് കണ്ണിന്റേതും പോയിട്ട് അന്ന് എന്റെ അപ്പച്ചൻ, അപ്പച്ചൻ മീൻസ് എന്റെ അമ്മച്ചിയുടെ ആങ്ങളെയാ കേട്ടോ അപ്പച്ചൻ, എനിക്ക് വേറെ അപ്പച്ചനില്ല. അപ്പൊ എന്റെ അമ്മച്ചി ഈ കാഴ്ചയില്ലാതെ ഈ കൈക്കുഞ്ഞുമായിട്ട് കൊടുവളഞ്ഞി വീട്ടിൽ ചെന്ന് അപ്പൊ അപ്പച്ചൻ എങ്ങാണ്ട് ദൂരെ ശുശ്രൂഷകൾക്ക് കടന്നു പോയിരിക്കുക. അപ്പൊ ആ കടന്നു പോയിട്ട് മടങ്ങി വരുമ്പോൾ അമ്മച്ചി അപ്പച്ചന് ഓൾമോസ്റ്റ് 5-6 പിള്ളേരുണ്ട്. അപ്പൊ ഈ പെങ്ങളും കൊച്ചും എങ്കിലും അവരെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അദ്ദേഹം കയറി വന്ന ഉടനെ അമ്മച്ചി ഇങ്ങനെ കാഴ്ചയില്ലാതെ എന്റെ അമ്മച്ചിയുടെ അമ്മ പാത്രത്തിൽ ചോറ് കൊടുത്തിട്ട് മോളെ ഇതാണ് കറി എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്റെ അമ്മ വിഷമത്തോടെ ഈ ആഹാരം പറഞ്ഞു കഴിക്കുക. ഇത് കണ്ടോണ്ടാ കയറി വരുന്നത്. കയറി വന്നപ്പോ ആ ബാഗ് പോലും താഴെ വെക്കുന്നതിന് മുമ്പേ അടുത്തോട്ട് വന്ന് തലയിലോട്ട് കൈ വെച്ചിട്ട് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ പെങ്ങൾക്ക് നീ ഇപ്പോ സൗഖ്യം കൊടുക്കണം, എന്റെ പെങ്ങളുടെ കാഴ്ച ശക്തി ഇപ്പോൾ മടങ്ങി വരണം. നിങ്ങൾക്ക് കേട്ടാ ഒരു പക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവങ്ങളാ. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ധൈര്യപ്പെടുത്തിയതും വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുക ഒന്നും ആയി എന്നല്ല ദൈവമക്കളെ, എന്തേലും ഉള്ളിൽ അങ്ങനെ ഒരു പ്രത്യാശ ഉള്ളിൽ തന്നത് മാതാപിതാക്കളിൽ നിന്ന് വഴിയായി വന്ന അവരെ വെച്ച് നോക്കുമ്പം ആനയാടും പോലാണ്, അതൊന്നും ഇല്ല. എങ്കിലും ഈ സാക്ഷ്യങ്ങൾ പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ പ്രത്യാശ ഇന്ന് പകലും സന്ധ്യയിലുമായി ഒന്ന് വർദ്ധിക്കാനിടയായി തീരുവാൻ. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, സ്തോത്രം. അപ്പം ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചുള്ളൂ, എന്റെ പെങ്ങൾക്ക്, അവൾക്ക് കാഴ്ചയില്ലാത്തവളായിട്ട് ജീവിക്കാൻ പല, അവൾ അനാഥയായ ഒരു കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. 1-2 വാചകങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു, സ്തോത്രം. ഒന്ന്, എന്റെ അമ്മച്ചിയുടെ കണ്ണ് ആ സെക്കൻഡിൽ കണ്ണങ്ങ് തുറക്കുക, സ്തോത്രം. പിന്നെ അമ്മ മരണ വരെയും അവിടെ കണ്ണാടി പോലും വെക്കാതായിരുന്നു വേദോസ്തവം വായിക്കുന്നത്. എന്ന് വെച്ചാല് ആ വിത്തിൻ സെക്കൻഡ്സിൽ കർത്താവിന്റെ വിടുതൽ അങ്ങ് നടക്കുക. കാരണം ആ ഒരു ബന്ധമായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി പറഞ്ഞ ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് അരിഷ്ടന്മാരാന്ന് പറയുമ്പോൾ അവർക്ക് ഇതൊന്നും അല്ലായിരുന്നു പ്രത്യാശ. എത്രയും വേഗം അവിടെയൊക്കെ കടന്നു പോകണമെന്നുള്ള. അപ്പൊ എന്റെ അമ്മച്ചി പിന്നെ തുടർന്ന് മരുന്ന് ചെയ്യോ, ഒരു കുരുമുളക് വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാനും ഷൈനിയും ഒരുമിച്ചായിരുന്നു കിടക്കുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവക്ക് ഇതെല്ലാം നല്ലപോലെ അറിയാം. വൺസ് എന്റെ അമ്മച്ചിയെ ഒരു പട്ടി കടിച്ചു. അപ്പൊ ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു പട്ടി കടിച്ചിട്ട് കടിച്ച് ഒരു 5-6 സെന്റിമീറ്റർ വലിച്ചങ്ങ് കീറിക്കളഞ്ഞു. അപ്പൊ ചോര ഒഴുകി. അപ്പൊ ഷൈനി ഞാനും കൂടെ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കാനിരുന്ന്, നിങ്ങൾക്ക് കേൾക്കണോ, അപ്പം ഞങ്ങളുടെ അവിടുത്തെ ഉള്ളൊരു ദൈവദാസൻ പെട്ടെന്ന് ഓടി വന്നു. ഞങ്ങൾ ഈ മുറിവെല്ലാം ഒരു 5-6 സെന്റിമീറ്ററോളം ഉണ്ട്, എന്റെ ഒരു വിരലിനേക്കാൾ വലിച്ചു കീറിയിരിക്കുക. അപ്പൊ എന്റെ അമ്മയെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് കട്ടിലെ കിടത്തി. അവളും കരയുക, ഞാനും കരയുക. അന്നേരം ഈ കർത്താവിന്റെ ദാസൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഇച്ചിരി എണ്ണ എടുത്ത് അനീഷ് പാസ്റ്റർക്ക് ചിരി വരുന്നു ഞാൻ പറയുന്നത് കേൾക്കുമ്പോ. ഇച്ചിരി എണ്ണ കയ്യിലെടുത്തിട്ട് ഈ മുറിവേലോട്ട് പ്രാർത്ഥിച്ചു പുരട്ടി. ഞങ്ങള് കൊച്ചു പിള്ളാരാ, ഞങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഈ മുറിവുണ്ടല്ലോ അടുത്തു വരുക. പിന്നീട് 1-2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ ഒരു പട്ടി കടിച്ച പാടുപോലും ഇല്ലാത്ത, ഇഞ്ചക്ഷൻ ചെയ്തില്ല, കുത്തിക്കെട്ടിയില്ല, ആശുപത്രി പോയില്ല, ഒരു മെഡിസിനും തേച്ചില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിനകത്ത് കഴുകിയെന്നല്ലാതെ. ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞു അമ്മച്ചി നടക്കണ്ടെന്നോ, ഞാനും ഷൈനിയും കൂടെ അമ്മയെ ബാത്റൂമിൽ പിടിച്ചോണ്ട് പോയപ്പോ അമ്മയ്ക്ക് നാണക്കേട് പോലൊക്കെ, എന്നെ ഇനിയും പിടിക്കണ്ട മക്കളെ എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോയില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. ആ ദൈവം തന്നെയാ ഇന്നത്തെ ദൈവവും. അന്നത്തെ വിടുതലിന്റെ കരമായി ഇന്നും ഉണ്ട്. പക്ഷെ നമുക്കിത് വിശ്വസിക്കാനുള്ള പ്രയാസമാണോ, അതോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം കുറച്ചും കൂടെ കല്ലുപോലായതാണോ? ഇതൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് പെട്ടെന്ന് വേറെ എവിടെങ്കിലും ഒന്ന് വൈദ്യനിലേക്ക് പോകാനാണോ നമ്മുടെ ആ തീവ്രത, നമുക്ക് ആശ്രയം അവിടെയാണോ എന്നുള്ളത്
കഴിഞ്ഞ ദിവസം ഷൈനയുടെ കുഞ്ഞ് അവളെ പഠിക്കാൻ കടന്നു പോയതാ. ഷൈനി എന്നോട് വിവരം പറയുമ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. കാരണം അവൾ ഡൽഹിയിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൾക്ക് അവിടെ വെച്ച് വലിയ പ്രയാസം ഉണ്ടായി. അവിടുന്ന് അവളുടെ സഹോദരൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്ത് കടന്നു വന്ന് നേരെ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവളുടെ വയറിനകം മുഴുവനും ഒരു ടാബ്ലറ്റ് കഴിച്ചതാണോ, അവൾക്കൊരു ഷിയാറ്റിക് നെർവിന്റെ പ്രശ്നം വന്നു. ആ പ്രശ്നം മുഖാന്തരം അവൾക്ക് കുറച്ച് ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ട വന്നു. പക്ഷെ ആ മരുന്ന് വരുത്തി വെച്ച പിന്നെ ആ കുഞ്ഞിന്റെ വയറിനകം മുഴുവൻ പൊള്ളി, അത് കുടലിനകത്തായി, അവിടെ വായ്ക്കകത്തായി, നാക്ക് മുഴുവനും നമ്മൾ കണ്ടം വരഞ്ഞു കീറുന്ന പോലെ നാവ് മുഴുവൻ വിണ്ട് കീറി, അങ്ങനെ ഒരു വല്ലാത്ത കഷ്ടപ്പാട്ടിലേക്ക് ആ പ്രിയ പൈതല് വരാനിടയായി. കേട്ട് വളരെ ഞാൻ മുഴങ്കാലും പെട്ടെന്ന് ദൈവസന്നി മടക്കി. ഞാൻ പറഞ്ഞു, ഷൈനി ഒരിക്കലും ഇനി മരുന്നിലോട്ട് കൂടുതൽ ആശ്രയിക്കേണ്ട. നീ കൈവച്ച ഇന്ന് രാത്രി മൊത്തം സ്വോത്രം പറയാൻ പറഞ്ഞു. ഉറക്കം കണ്ണി വരുന്നവരെ നീ സ്വോത്രം മാത്രം പറഞ്ഞു, വേറെ ഒന്നും നീ പറയണ്ട. പ്രഭാതത്തിൽ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു അവള് ദോശ കഴിച്ചു, അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യുക, തിരികെ വീട്ടിലേക്ക് പോരുക. ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കാനിടയായി. ദൈവമക്കളെ, നമ്മുടെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിക്കൊള്ളട്ടെ, നമ്മുടെ വിഷയങ്ങൾ നമ്മളെക്കാൾ നന്നായി നമ്മുടെ പ്രശ്നങ്ങളെ അറിയാവുന്ന ആ വലിയ ദൈവത്തെ സ്തോത്രം നമ്മൾ കണ്ണുകൊണ്ടൊന്ന് കാണാനുള്ള ഒരു വലിയ വ്യഗ്രത നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് വന്നാൽ ഞാൻ ഈ പറഞ്ഞ വാക്യവുമായിട്ട് ഭയങ്കരമായിട്ട് ഒത്തുവരും. കാരണം ഈ ആയുസ്സിൽ മാത്രം ആണ് നമുക്ക് കർത്താവിൽ പ്രത്യാശയെങ്കിൽ നമ്മൾ മഹാ അരിഷ്ടന്മാരാ. നമ്മൾ ഈ വേഷം കെട്ടി നടന്നത് കൊണ്ട് ഒന്നുമില്ല, ഈ ലോകത്തിലേലും അടിച്ചു പൊളിച്ച് നടന്ന് ഈ ലോകത്തിലെ സുഖമൊക്കെ അനുഭവിച്ച് ജീവിക്കാൻ വേണമെങ്കിൽ നമുക്ക് കഴിയും. അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങിപ്പിടിച്ച് ജീവിച്ചേച്ച് അവസാനം കർത്താവിന്റെ രാജ്യത്തിന്റെ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പല ജാതിയും കർത്താവ് നമ്മളെ എന്ത് ചെയ്യും, സ്വർഗത്തിൽ കൊണ്ടുപോകും. പക്ഷെ സ്വർഗത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മളെ അവിടെ പോയി ഒരു പൊട്ടന്മാരെ പോലെ കൊണ്ടിരുത്താനാണെങ്കിൽ അങ്ങനെ പോയിട്ടൊരു കാര്യവുമില്ല കർത്താവിന്റെ ദാസനെ. കാരണം നമ്മളെ ഇത് ഇല്ല. അപ്പൊ ഞാൻ വന്ന സാക്ഷ്യം പറഞ്ഞു തീർത്തില്ലല്ലോ. എന്റെ അമ്മച്ചി അവസാനം വന്നപ്പോ ഉണ്ടല്ലോ ഒന്ന് എന്റെ ബുദ്ധിമോശം കൊണ്ടാ അപ്പം വീഴാനിടയായി. അപ്പം ഞാൻ എല്ലാ നാട്ടുകാരെല്ലാം കൂടെ കാലിന്റെ ഹിപ്പോൺ അങ്ങ് ഒടിഞ്ഞു പോയി. അപ്പം എന്നോട് പറഞ്ഞു എന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകലും, മക്കൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധികേടുകൾ കൊണ്ട് നാട്ടുകാരുടെ വാക്കും എല്ലാവരും കൂടെ കിടന്ന് അരച്ചു വിളിച്ച് ഞാൻ ഈ അമ്മയെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഇന്ന പോലെ എൻ്റെ അമ്മച്ചി മരിച്ചു പോയെങ്കിലും അറിയാതെ പോലും എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. എന്ന് വെച്ചാൽ ഈ പശുവിനെയൊക്കെ അറക്കാൻ വരുമ്പോ കഴുത്തെ കത്തി വെക്കുമ്പോ ആ അറവുമാട് നോക്കുന്നത് പോലെ എൻ്റെ അമ്മ എന്നെ നോക്കി ആശുപത്രി വെച്ച്. ഇന്ന് വരെ ആശുപത്രി കണ്ടിട്ടില്ല, സൂചി കണ്ടിട്ടില്ല, ഇഞ്ചക്ഷൻ കണ്ടിട്ടില്ല. അപ്പോ എനിക്ക് ആ നേഴ്സ് കുത്താൻ വേണ്ടി വന്നപ്പം അറവുമാട് നോക്കുമല്ലോ ദയനീയമായിട്ട്, എന്നെ ഇത് ചെയ്യണോ മക്കളെ എന്നുള്ള നോട്ടം, എന്റെ ചങ്ക് കത്തിപ്പോയി ആ നോട്ടം. എന്നാൽ അല്പമായ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തു കേട്ടോ. നിങ്ങൾ കേട്ടാ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, ഇത് സംഭവിച്ച കാര്യമായോണ്ടാ. അപ്പൊ ആന്റിബയോട്ടിക് ഒക്കെ ഡോക്ടർമാർ ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് അമ്മച്ചിയെ അത് ചെയ്തു. പക്ഷേ ആ ശരീരം അതൊന്നും ഉൾക്കൊള്ളാനിടയായി തീർന്നില്ല. നിങ്ങൾക്കറിയാമോ, ഞങ്ങള് ഈ ഇഞ്ചക്ഷൻ കൊടുത്തതും ആന്റിബയോട്ടിക്സ് കൊടുത്തതും ഒന്നും അമ്മച്ചിയുടെ സ്കിന്നിനപ്പുറത്തേക്ക് ഇത് പ്രവേശിച്ചിട്ടില്ല. കുറച്ച് ഞാൻ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുരുമുളകിന്റെ അത്രയും ഉള്ള ഒരു ദ്വാരം ഉണ്ടായിട്ട് അതിൽ നിന്നൊരു ദ്രാവകം ഒഴുകി വരുവാ. അപ്പൊ ഞങ്ങള് ദൈവമേ ഇത് എന്തുവാ ഈ വരുന്നേന്നുള്ളത് വെച്ചിട്ട് ഞാൻ ഗോസ് ഒക്കെ വെച്ചിട്ട് ഇത് പിടിക്കുക. ഞാൻ തിരികെ വീണ്ടും ഈ ഹോസ്പിറ്റലിൽ അമ്മച്ചിയെ കൊണ്ട് പോയിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തോ പറ്റി, ഈ ദ്രാവകം എവിടുന്നാ വരുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു എന്റെ മെഡിക്കൽ ഇത്രയും നാളുള്ള പഠനത്തിൽ ഞാൻ ഇന്ന് വരെ ഇത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഈ വന്ന ദ്രാവകം അവര് ഡയഗ്നോസ് ചെയ്തപ്പോ കിട്ടിയ ആൻസർ എന്തോ അത് കേൾക്കണമോ, ഈ കൊടുത്ത ഒരൊറ്റ മെഡിസിൻ പോലും ആ ബോഡി അക്സെപ്റ്റ് ചെയ്തില്ല. ആ ഡയഗ്നോസ് ചെയ്തപ്പോ എന്ത് ആന്റിബയോട്ടിക്സ് ഈ അമ്മയ്ക്ക് വേണ്ടി അവർ ഇഞ്ചക്ട് ചെയ്തോ അത് മുഴുവൻ ആ ബോഡി റിജക്ട് ചെയ്ത് കളഞ്ഞു. അവസാനമായിട്ട് അത് പോകുന്നത് വരെയും ആ സ്കിന്നിലൂടെ എന്നറിയാം, ആ ദ്വാരത്തിൽ കൂടെ അത് മൊത്തം പുറത്തു പോകാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, അത് ഞാൻ എൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചു. ഞാൻ പിന്നെ കർത്താവിനോട്, എൻ്റെ അമ്മച്ചിക്ക് വലിയ വിഷമമായിരുന്നു, ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. എന്നോട് ചോദിച്ചു, മക്കളെ ഞാൻ ഇത് ചെയ്തുകൊണ്ട് ഞാൻ സ്വർഗം പറഞ്ഞ അമ്മച്ചി ഒരിക്കലും ഇല്ല, അമ്മയുടെ അനുവാദം കൊണ്ട് എൻ്റെ അല്ലേ, എൻ്റെ തെറ്റ്. ഞാൻ ഏകദേശം എത്രയോ നാളെന്ന് ഞാൻ മുട്ടുമടക്കും, ദൈവത്തോട് ക്ഷമ പറയും, കർത്താവ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാഞ്ഞത് ഞാൻ കൊണ്ട് ചെയ്യിപ്പിച്ചത് എൻ്റെ ഭാഗത്ത് കർത്താവെ അത് തെറ്റായി പോയെന്ന് പറഞ്ഞ് ഞാൻ ക്ഷമ ചോദിക്കാറുണ്ടായിരുന്നു. സ്തോത്രം. പിന്നത്തെ വത്സലി മാതാവ്
മരിച്ചുപോയി. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ ആയുസ്സിലല്ലായിരുന്നു അവരുടെ പ്രത്യാശ. അവരുടെ പ്രത്യാശ മുഴുവനും അവർ മറ്റൊരു രാജ്യത്തിന്റെ ആൾക്കാരാണെന്നുള്ളതായിരുന്നു. അവരുടെ വാക്കുകളിലും അവരുടെ ചിന്തയിലും എല്ലാം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച്, സ്തോത്രം, അത് വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ മനസ്സ് ഉറപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ മനസ്സ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിക്കാനൊക്കെ കഴിയും. മനസ്സ് ഉറച്ചെന്നും ആത്മീയ അഭിനയിക്കാനും അല്ലെങ്കിൽ ഭക്തി അഭിനയിക്കാനും ക്ഷമയും താഴ്മയും ഒക്കെ നമുക്ക്, ഇതൊന്നും നമ്മുടെ ഉള്ളിലില്ലേലും നമ്മൾ ഭയങ്കര കള്ളന്മാരാ. എന്നിലും അതൊക്കെ വരാറുണ്ട്. സ്നേഹമില്ലേലും ചിരിച്ചു കാണിക്കാം, അല്ലെ ക്ഷമയില്ലേലും യോ ഞാനൊരു ഒന്നാമതൊരു സുവിശേഷയാണല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ എന്തോ പറയുമെന്ന് ഓർത്തോണ്ട് ഞാൻ മൗനം പാലിച്ച്, അതൊക്കെ എന്റെയും ജീവിതത്തിലുണ്ട്. അതൊന്നും ദൈവം അതൊന്നും കണക്കിട്ടിട്ടൊന്നുമില്ല. അത് എന്റെ താൽക്കാലികമായ കപടതയാണെന്നുള്ളത് ദൈവത്തിന് നല്ലപോലൊക്കെ അറിയാം. ഇവിടെ ദൈവത്തിന്റെ ദാസൻ നമ്മളോട് പറയുക, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി, സ്തോത്രം, നിർമ്മതരായി എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആനയ്ക്ക് മതം പൊട്ടുമ്പോഴാണല്ലോ അത് തിരിച്ചറിയുന്നത്. അപ്പൊ ആ മതമില്ലാത്ത ഒരവസ്ഥ. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാം അറിയാം, ഓസ്ട്രേലിയയിൽ നിന്ന് എൻ്റെ ഒരു സഹോദരനാണ് അവിടുത്തെ പാസ്റ്റർ സിഡ്നിയിലെ. ആ പ്രിയ സഹോദരന്റെ കൂടെ അവിടെ പെട്ടെന്നാണ് ആ ഒരു ബ്രദറിന്റെ മരണം നടന്നത്. കഴിഞ്ഞ ദിവസം അതിന്റെ അടക്കമായിരുന്നു. അപ്പൊ ആ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എന്നെ മാറ്റിയ ഒരു സംഭവം, 40-45 വയസ്സേ ഉള്ള ആ പാവപ്പെട്ട സഹോദരി, അവളുടെ ഹസ്ബൻഡാ മരിച്ചുപോയി. പക്ഷെ അവൾ ആ ബോഡിയുടെ മുമ്പിൽ നിന്ന് അവൾ പറഞ്ഞ വാക്കുകൾ കേൾക്കണം. അദ്ദേഹം എപ്പോഴും ഈ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്, 3 പേരുണ്ട്, 18 വയസ്സും 16 വയസ്സും 9 വയസ്സും പ്രായമുള്ള 3 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ഈ കുഞ്ഞ് ആ ബോഡിയുടെ മുമ്പിൽ നിന്ന്, അവിടെ ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നു, എല്ലാവരും വളരെ സങ്കടത്തോടും ഭാരത്തോടും കരച്ചിലോടും നിൽക്കുമ്പോൾ ഈ പെങ്കൊച്ചു പറയുക, 22 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു. സാധാരണ പെണ്ണുങ്ങൾ ഇങ്ങനെ സഹോദരിമാരെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ സഹോദരന്മാർ ഇതുപോലെ കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മൾ വളരെ കുറവാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ കൊച്ചു പറയാ, ഞാൻ എപ്പോഴും നോക്കും, വണ്ടി പോകേണ്ട സമയമാകും, നോക്കുമെന്നറിയാം, ആ കതകിന്റെ അവിടെ ഒരു ചെറിയ മൂലയുണ്ട്, ഒന്ന് മുട്ട് കുത്തിയേച്ചേ അവിടുന്ന് പോകത്തുള്ളൂ. അപ്പം എത്ര തിടുക്കമാണേലും അവൻ പറഞ്ഞു, എൻ്റെ ഷാജൻ ചാച്ചൻ അവിടെ പോയി ഒന്ന് മുട്ടും മടക്കി ഒരു വാക്ക് സ്തോത്രം പറഞ്ഞു. നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമ്മളങ്ങ് പോവുമല്ലേ എല്ലായിടത്തും, ഓടി നമ്മുടെ ബഹളം കാണിച്ച് അവിടെയും ബഹളം വെച്ച് അടുക്കളയിൽ ശബ്ദം ഉണ്ടാക്കി ഇവിടെ വലച്ച് വിളിച്ച് ഓടി വണ്ടിയുടെ ഡോർ വലിച്ചു പറിച്ച് തുറന്ന്. നമ്മളെ ഒന്ന് ഇത് എത്ര പ്രാവശ്യം എന്റെ ഭാഗത്ത് ഇങ്ങനത്തെ അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരു ഭാര്യ സാക്ഷ്യം പറയുക, എന്നിട്ട് അവള് പറഞ്ഞേ, ഞാൻ വിവാഹം കഴിഞ്ഞ് ചെന്നപ്പോ എനിക്ക് ആദ്യം തന്നത് ഒരു ബൈബിളാ, സ്തോത്രം. ഞാനൊരു പാസ്റ്റർ മോളാ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക അത്. എന്റെ ഭർത്താവ് എനിക്ക് തന്നത് ഒരു ബൈബിളാ. എന്നിട്ട് പറഞ്ഞു, ഞാനല്ല നിന്റെ ഭർത്താവ്, നിന്റെ യഥാർത്ഥ ഭർത്താവ് കർത്താവ്. പിന്നെ ഞാൻ നിനക്കൊരു ലൈഫ് പാർട്ട്ണറാ, നിനക്ക് ജീവിത പങ്കാളിയാ, നമ്മളെ കൂട്ടിച്ചേർത്ത് എനിക്ക് തരാനുള്ളത് ഒരു ബൈബിൾ. അവൾ പറയാ 22 വർഷമായിട്ടും ഈ ബൈബിൾ അവൾ ഉപയോഗിക്കുന്നേ, സ്തോത്രം. അതുകൊണ്ട് പറയാ, 50 വയസ്സേ ഉള്ളൂ ഈ ദേവദാസ്, ഈ ഷാജൻ ബ്രദറിന് മരിക്കുമ്പം. അമ്മയെ കാണാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാഴ്ചത്തേന് ഓടി വന്നതാ ഇങ്ങോട്ട്. പെട്ടെന്ന് തനിക്കൊരു അസ്വസ്ഥത പോലെ വന്നു, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. താൻ പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടാനിടയിൽ. എന്നിട്ട് അവൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ 3 പേരുണ്ട്, എത്ര ആയാലും ഒരു ബഹളവും അസ്വസ്ഥതകളൊക്കെ ഉള്ളപ്പം അദ്ദേഹം തെരഞ്ഞെടുത്ത ഒരു മാർഗം, എത്ര പ്രയാസമാണേലും അതിനെ പീസായിട്ടാണ് അവൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു. എപ്പോഴും ആ വിഷയം പരിഹരിക്കുമ്പം ഒരു സമാധാനമായിരുന്നു. അതുകൊണ്ട് ആ വിഷയത്തിന് ദൈർഘ്യതയില്ലാതെ ആ പ്രശ്നം പരിഹരിക്കാം. അവൾ പറഞ്ഞു, ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. നോക്കണമേ, ആ ഉറപ്പുള്ളാകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി. ഒരിക്കലും, ഞാനാണെങ്കിൽ ഒരു ദിവസം ഒരു 500 പ്രാവശ്യം എന്റെ മതം പൊട്ടും. അങ്ങോട്ട് പോയി അത് കണ്ടു, ഇത് നിങ്ങൾക്ക് ചെയ്യത്തില്ലായിരുന്നു, നിങ്ങൾക്ക് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ തന്നെയാ ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും ഞാൻ ഇതെല്ലാം പിറുപിറുത്തോണ്ടാ ചെയ്യുന്നത്. ഇപ്പൊ ബെഡ്ഷീറ്റ് കുഞ്ഞുങ്ങൾ അത് മടക്കി വെച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഇത് മടക്കല്ലോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ആ ഗ്ലാസ് കൊണ്ട് കിച്ചണിലൊന്ന് വെച്ചാ എന്താ കുഴപ്പം? ഇതെല്ലാം ഞാൻ പിന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയത്തേ ഇല്ല, സ്തോത്രം. എന്ത് ഡോർ ഒന്ന് അടച്ചിട്ട് പോയാൽ എന്താ കുഴപ്പം? സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്താൽ എന്താ കുഴപ്പം? കറണ്ട് ചാർജ് കൂടത്തില്ലേ? ഇങ്ങനെ പിറുപിറുത്താ എന്റെ ജീവിതം മൊത്തം കൊണ്ടുപോകുന്നേ. അപ്പൊ ഞാനൊരു കാര്യം ചിന്തിച്ച്, കർത്താവേ,
ലോകപ്രകാരം ആൾക്കാർ പറയാം അവള് നല്ല മിടുക്കി കൊച്ചാ അങ്ങനെ ഇങ്ങനെ, പക്ഷെ കർത്താവ് എന്നെ നോക്കുമ്പോഴത്തേന് എന്നിൽ ഈ നിർമ്മതം എന്നുള്ള പദത്തിന് ഞാൻ യോഗ്യയല്ല. ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ പ്രിയ ഷാജന്റെ മരണത്തിൽ ആ പ്രിയ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോ ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്യാൻ ഇടയായി. ദൈവത്തിന്റെ വചനം പറയാം, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വരുവാനുള്ള പൂർണ്ണ പ്രത്യാശ. കരമുയർത്തി നമുക്കൊന്ന് പറയാം, കർത്താവേ എനിക്ക് വരാനിരിക്കുന്ന ആ വലിയ പൂർണ്ണ പ്രത്യാശ. സ്തോത്രം. ആമേൻ. അതിനുവേണ്ടി ആഗ്രഹിച്ച ആ ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് ആ പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കും. ഇങ്ങനെയുണ്ട് 10-ാം വാക്യത്തില്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചു, പക്ഷെ അവർക്കത് കണ്ടെത്താനായില്ല. അബ്രഹാം തൊട്ട് നമുക്കറിയാം ഇങ്ങോട്ട് എത്രയോ നോഹ എത്രയോ ആഗ്രഹത്തോടെ അവരതിനു വേണ്ടി കാത്തിരുന്നുവെങ്കിലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപ, ഇതെന്തുവാ നമുക്ക് വരാനിരിക്കുന്ന ഈ കൃപ? ഹല്ലേലൂയ. വരാൻ പോകുന്ന ആ പൂർണ്ണ പ്രത്യാശയിലേക്ക്, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് വരാനിരിക്കുന്ന ആ പ്രവാചകന്മാർ അതിനെ ആരാഞ്ഞ് അവരന്വേഷിച്ച് നോക്കിയെങ്കിലും അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും അത് കണ്ടെത്തുവാനായിട്ട് അവർ കഴിയാതെ, എബ്രായ ലേഖനത്തിൽ നമ്മൾ പറയുന്ന പോലെ വലിയ ഇനിയും ഇത് വരും എന്നൊരു പ്രതീക്ഷയോടെ അവരെല്ലാം ശാന്തരായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പുത്രൻ മുഖാന്തരമായിട്ട്, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ആ ഇഷ്ടപുത്രൻ മുഖാന്തരമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ ഭാഗ്യ പദവിയാണ് നമുക്ക് വരാനുള്ള കൃപ. ഇത് അന്വേഷിച്ച അവര് അനേകരെന്ത് ചെയ്തു, ഒരിക്കലും അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 11-ാം വാക്യത്തില് അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാലോ എത്രയോ പ്രവാചകന്മാരെ, ഹാനോക്ക് ഇതിലെല്ലാം വലിയ പ്രവാചകനായിരുന്നു. ഇനിയും ക്രിസ്തുവിന്റെ ആത്മാവ് വന്ന് കർത്താവ് വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇനി 1000 ആണ്ട് വാഴ്ചയിൽ സകല മനുഷ്യരെയും ന്യായം വിധിക്കാൻ വരുന്നെന്നുള്ള അത്രയും വലിയ വെളിപ്പാട് പ്രാപിച്ച ഒരു വ്യക്തിജീവിതമായിരുന്നു ഹാനോക്ക്. ആ ഹാനോക്ക് യൂദായുടെ ലേഖനം 14-ാം വാക്യത്തിൽ നമുക്ക് ആ വാക്യം വായിക്കാനായിട്ട് കഴിയും. അത്രമാത്രം വരാനുള്ള മഹിമയെയും പിൻവരാൻ പോകുന്ന കഷ്ടങ്ങളെ എല്ലാം ആ സമയത്തെ പറ്റി അവരാരാഞ്ഞു നോക്കിയെങ്കിലും അവർക്കൊന്നും അത് കാണാനായിട്ട് കഴിഞ്ഞില്ല ദൈവമക്കളെ. പക്ഷെ നമുക്ക് ഒറ്റ ഒരു ക്രൈറ്റീരിയ, ഒരൊറ്റ കാര്യമുള്ളൂ, അവന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ആ പുത്രൻ മുഖാന്തരം ക്രിസ്തുവേശുവിൽ, കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നമുക്ക് ലഭ്യമായ ആ നീതീകരണം, ആ ഒരു വിശുദ്ധീകരണം, ആ ഒരു തേജസ്കരണം, അതാണല്ലോ ദൈവ കർത്താവ് നമുക്ക് നൽകി തന്നത്. നമുക്ക് പറയാനായിട്ട് കൂടുതൽ പദവികളൊന്നുമില്ല. ആ ഒരൊറ്റ കെയർ ഓഫിലാണ് കർത്താവ് നമുക്ക് തരാൻ പോകുന്ന ഈ പൂർണ്ണ പ്രത്യാശയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ ലഭ്യമാകേണ്ടതിനായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ഉറപ്പിക്കാം. കർത്താവേ, അതിനായിട്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് അതിനുള്ള ഒരു കൃപ തന്ന് എൻ്റെ ഈ മരുഭൂമി യാത്രയിൽ എന്നെ ഓടിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഈ വചനത്തിന് സാക്ഷ്യമായിട്ട് നിൽക്കുവാനായിട്ട് ഏഴയാകുന്ന എനിക്കും കർത്താവ് അവസരം നൽകി തന്നു. കൃപയെ തുടർന്നും ഞങ്ങളെ കുടുംബമായിട്ട് പ്രാർത്ഥനയെ വഹിക്കണമേ. എൻ്റെ വത്സല പിതാവിനെ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം. അദ്ദേഹം ശരീരത്തിൽ വളരെ ക്ഷീണനാണ്. സ്വത്രമെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ച് ദൈവസന്നിധി ചേർക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം ജോസി സഹോദരൻ, BP ജോസി സഹോദരൻ പ്രാർത്ഥിച്ച് ND സാങ്കുട്ടി പാസ്റ്റർ ആശീർവാദം പറയുന്നതാണ് നമ്മൾ ഇന്ന് കേട്ടത്. നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി, അതായത് സോബർ, ഒരേക മനസ്സുള്ളവരായി, സുബോധമുള്ളവരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വരുവാനുള്ള കൃപ, അതിനെക്കുറിച്ച് പൂർണ്ണ പ്രത്യാശയുള്ളവരായിട്ടിരിക്കുക. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി ആകുലപ്പെടേണ്ട, ഉയരത്തിലുള്ള നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ആ പ്രത്യക്ഷതയിൽ നമുക്ക് കിട്ടാനുള്ള ആ വലിയ കൃപയെക്കുറിച്ചും സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഒക്കെ പ്രത്യാശയുള്ളവരായിട്ടിരിക്കാനാണ്. ഇതൊക്കെ ആരാ ഇപ്പം ചിന്തിക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങളും
ലോകത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മാറി ദൈവം വലിയ വലിയ സാഹചര്യങ്ങളൊക്കെ തരുന്നതിനെക്കുറിച്ചാണ് ഇന്ന് മിക്ക ആളുകളും ചിന്തിക്കുകയും നമ്മുടെ പാട്ടുകൾ പോലും ഒക്കെ അങ്ങനെ ആയിപ്പോയി. അല്ലാതെ കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ വരുന്ന പ്രത്യാശയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഒക്കെയുള്ള അതിനേക്കാളും ഇവിടെ എന്നെ ദൈവം അനുഗ്രഹിക്കുമെന്നും എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ എന്നെ വിജയോത്സവമായി നടത്തുമെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ കൃപയെക്കുറിച്ച് ഒക്കെ നിങ്ങൾ പ്രത്യാശയുള്ളവരായിട്ട് സന്തോഷിക്കുന്നവരായിട്ട് ഇരിക്കണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ദാസി പറഞ്ഞ കേട്ടല്ലോ, 1 2 തലമുറകൾക്ക് മുമ്പുള്ളവർ ആ പ്രത്യാശയുള്ളവരായിരുന്നു. മരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതൊന്നും അല്ലായിരുന്നു അവരുടെ ആ ഒരു ഏകാഗ്രത. അവരുടെ ആ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന സൗഖ്യവും കർത്താവിൽ നിന്നുള്ള ആ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഒക്കെ ആയിരുന്നു അവരുടെ ഏകാഗ്രമായിട്ടുള്ള ചിന്തകൾ. അതൊക്കെയായിരുന്നു. എന്നാൽ 1 2 തലമുറ കഴിഞ്ഞപ്പോഴത്തേക്കും എത്രമാത്രം വ്യത്യാസങ്ങളാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സമൂഹം അതുപോലെ മാറുന്നു, കാര്യങ്ങളൊക്കെ മാറുന്നു, ജീവിതശൈലി മാറുന്നു. അപ്പോഴത്തേക്കും എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ആ പെന്തക്കോസ്ത് പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചപ്പോൾ നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ 10 80 വർഷം 100 വർഷം ഒക്കെ മുമ്പുണ്ടായിരുന്ന ആളുകൾ എത്രമാത്രം ത്യാഗങ്ങളൊക്കെ സഹിച്ചാണ് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് ഒക്കെ പോയ കഥകൾ ആ ചരിത്രങ്ങൾ നമുക്കറിയാമല്ലോ. എന്നാൽ ഇന്ന് അതൊക്കെ ഒരു കടങ്കഥയായിട്ട് അല്ലെങ്കിൽ ഒരു ചരിത്രമായിട്ട് അവശേഷിക്കുകയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും മനസ്സിലാകത്ത് പോലും ഇല്ലായിരിക്കാം. എന്നാൽ നമ്മൾ കേട്ടല്ലോ, ആ സഹോദരൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ആ സഹോദരൻ 50 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് പെട്ടെന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ സാക്ഷ്യം, ആ ഭാര്യ പറഞ്ഞതായ സാക്ഷ്യം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. പ്രിയമുള്ളവർ, ഇന്നും ആ കർത്താവിനോട് അടുത്ത് ജീവിക്കാനായിട്ട് കഴിയുന്നത് എത്ര ഭാഗ്യകരമാണ്. നമ്മളൊക്കെ എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾക്ക് പുറകെ നമ്മൾ ഓടിയാലും ആ കർത്താവിനോട് അടുത്ത് ജീവിക്കുന്നത് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി പത്രമായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ ദാസി പറഞ്ഞ ഈ കാര്യങ്ങൾ, ആ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമ്മൾ അതൊന്നും മറന്നു പോകാതെ, ഇതൊക്കെ കേട്ടിട്ടാ നല്ലതാ എന്ന് പറഞ്ഞ് നമ്മൾ പോകാതെ നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചത് ഇതിൻ്റെയൊക്കെ ഇന്നത്തെ വ്യത്യാസവും അന്ന് ആളുകൾ ജീവിച്ചിരുന്ന ആ അമ്മച്ചി ആ മരുന്നൊക്കെ കിട്ടിയത് തന്നെ, മരുന്ന് ആശുപത്രി കൊണ്ടുപോയത് തന്നെ ഭയങ്കരമായിട്ട് ഏതാണ്ട് ഇനി ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല എന്നൊക്കെ ചിന്തിക്കത്തക്കവണ്ണമുള്ള അവരുടെ ആത്മീകമായിട്ടുള്ള നിലവാരം അങ്ങനെ ആയിരുന്നു. അന്നത്തെ ആ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിലുള്ള വ്യത്യാസം ഓർത്താണ് ഞാൻ ചിരിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ എവിടെ നിൽക്കുന്നു. നമുക്ക് 1 2 മുമ്പുണ്ടായിരുന്ന തലമുറ ആത്മീകമായിട്ട് എവിടെയായിരുന്നു എന്നൊക്കെ ഒന്ന് തട്ടിച്ച് നോക്കുന്നതും ചിന്തിക്കുന്നതും നമ്മെ തന്നെ ഒന്ന് വല്ലപ്പോഴും വിലയിരുത്തുന്നതും നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കും. നമ്മളതൊക്കെ കുറിച്ച് തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസി കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് പതിവായിട്ട് 1 ആഴ്ചകളിൽ നമ്മുടെ ഈ പ്രയർ ലൈനിലെ തിരുവനന്തപുരം സംസാരിക്കുന്നല്ലോ. കർത്താവ് ഈ ദിവസങ്ങളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും നൽകട്ടെ, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.